മതസ്ഥരിലും ഇവിടെ മുത്തപ്പനെ വിളിച്ചാൽ അപേക്ഷിച്ചാൽ വിളി കേൾക്കുമെന്നുള്ള ഉറപ്പോടുകൂടി വരുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് മുത്തപ്പൻ ഇറങ്ങി വരുന്ന സമയമാണ് ഇത്. ഈ സമയം മുത്തപ്പനെ നമ്മൾ കൊട്ടിൽ നിന്നും ഇറക്കുകയാണ്. നമ്മുടെ പ്രധാന ശുശ്രൂഷയായിട്ടുള്ള സിനോജ് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകൊണ്ടിരിക്കുന്നു. അതെടുത്ത് രൂപമെടുത്ത് തിരുനാൾ കൺവീനറും അതോടൊപ്പം തന്നെ ഇടവകയുടെ കൈക്കാരനുമായിട്ടുള്ള രജൻ പാടത്തിനെ ഏൽപ്പിക്കുന്നു. അതിനെ തുടർന്ന് ഒന്നാമത്തെ കൈക്കാരനായ സിജോയെയും രണ്ടാമത്തെ കൈക്കാരനായ ആൻഡോയെയും അവർ ഞങ്ങൾ അച്ഛന്മാരെ ഏൽപ്പിക്കുന്നു. അച്ഛന്മാർ ഒരുമിച്ച് കൂടി അഭിനന്ദ പിതാവിനെയാണ് രൂപം ഏൽപ്പിച്ച് ആ രൂപം അൾത്താരയിൽ പ്രതിഷ്ഠിച്ച് അവിടെ നമ്മുടെ ദേവയിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. അതിനെ തുടർന്നാണ് വിശ്വാസികൾക്ക് പുണ്യനേർച്ച നടത്താനായിട്ടുള്ള അവസരം. ഈ സമയം നമുക്ക് ശക്തമായും ധീരമായും നമ്മുടെ വിശ്വാസത്തിന്റെ ബോധ്യമനുസരിച്ച് രക്തസാക്ഷിയായി ഈശോയ്ക്ക് വേണ്ടി മരിച്ച മുത്തപ്പന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്കും മുത്തപ്പനെ സ്വീകരിക്കാം. മോശമായതും നമുക്ക് ചേരാത്തതുമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ ഈശോയ്ക്ക് ഇഷ്ടമായതിന് മാത്രം സ്വീകരിക്കാനും നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കാം.